നമസ്കാരം. ഹണി ട്രാപ്പിലൂടെ യുവാവിന്റെ 10 ലക്ഷത്തോളം രൂപ കവർന്നു. ഇതുമായി ബന്ധപ്പെട്ട് 2 ആസാം സ്വദേശികളെ കുറ്റിപ്പുറം പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. യാസ്മിൻ ആലം, ഖദീജ ഖാത്തൂൻ എന്നിവരെയാണ് തങ്ങൾപടിയിലെ സ്വകാര്യ ലോഡ്ജിൽ നിന്ന് വെള്ളിയാഴ്ച പിടികൂടിയത്. എടപ്പാളിലെ ഒരു മൊബൈൽ ഫോൺ വിൽപ്പന കേന്ദ്രത്തിൽ ജോലി ചെയ്യുന്ന യുവാവിൽ നിന്നാണ് ഇവർ പണം തട്ടിയെടുത്തത്. ഇയാൾ നേരത്തെ മുംബൈയിലായിരുന്നു. ഹിന്ദി സംസാരിക്കാൻ അറിയാം. മൊബൈൽ ഫോൺ വിൽപ്പന കേന്ദ്രത്തിൽ വന്നിരുന്ന യാസ്മിൻ ആലവുമായി യുവാവാണ് കാര്യങ്ങൾ സംസാരിച്ചിരുന്നത്. യാസ്മിൻ ആലവുമായി സൗഹൃദത്തിലായതിന്റെ മറവിൽ യുവാവിനെ താമസ സ്ഥലത്തേക്ക് വരുത്തി സുഹൃത്തായ ഖദീജ ഖാത്തൂവിനെ ഉപയോഗിച്ച് ഹണി ട്രാപ്പിൽപ്പെടുത്തിയെന്നാണ് പരാതി. യുവാവും ഖദീജയും ഒത്തുള്ള ദൃശ്യങ്ങൾ രഹസ്യമായി മൊബൈൽ ഫോണിൽ പകർത്തിയ യാസ്മിൻ പിന്നീട് യുവാവിനെ ഭീഷണിപ്പെടുത്തി പലതവണ പണം ആവശ്യപ്പെടുകയും ചെയ്തു. അക്കൗണ്ടിലുണ്ടായിരുന്ന 10 ലക്ഷത്തോളം രൂപ തീർന്നതോടെ യുവാവ് ബംഗളൂരുവിലുള്ള സഹോദരിയോട് പണം ആവശ്യപ്പെട്ടു. ഇതോടെയാണ് വീട്ടുകാർ കാര്യമറിയുന്നതും പിന്നീട് കുറ്റിപ്പുറം പോലീസിൽ പരാതി നൽകുന്നതും. പിടിയിലായവരിൽ നിന്ന് മൊബൈൽ ഫോണുകളും ഭീഷണിപ്പെടുത്താനായി ചിത്രീകരിച്ച വീഡിയോകൾ, ഫോട്ടോകൾ, ബാങ്ക് അക്കൗണ്ട്സ് വിവരങ്ങൾ എന്നിവയും പോലീസ് കണ്ടെടുത്തിരുന്നു. പോലീസ് ഇൻസ്പെക്ടർ കെ നൌഫൽ, പ്രിൻസിപ്പൽ SI AM യാസിർ, SI ശിവകുമാർ, ASIമാരായ സുധാകരൻ, സഹദേവൻ, SPOമാരായ ആന്റണി, വിപിൻ സേതു, അജി ക്രൈസ്റ്റ്, CPOമാരായ സരിത, അനിൽകുമാർ, രഞ്ജിത്ത് എന്നിവരടങ്ങിയ സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.